ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. അതായത് നിങ്ങളുടെ സുഹൃത്തോ ബന്ധോ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, അളിയ, ഞാൻ ജീവിതത്തിൽ വിജയിക്കണ ഞാൻ എന്താ ചെയ്യേണ്ടത്? വിജയിച്ചേ പറ്റത്തുള്ളൂ. എനിക്കൊരു ഡിസിപ്ലിൻ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പ്രൊക്കാസ്റ്റിനേഷൻ ആണ്, കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു മൂഡില്ല, എന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും അല്ലേ? ആ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷേ നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോഴോ, ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പലപ്പോഴും പല കാര്യങ്ങളും നേടിയെടുക്കണം, ഞാൻ വിചാരിച്ചാൽ എനിക്ക് എന്ത് കാര്യവും നേടിയെടുക്കാൻ കഴിയും, വിജയം എന്റെ കയ്യിലാണ്. നമ്മൾ നീന്തൽ പഠിക്കുന്നത് പോലെയാണ്. പലതവണ നമ്മൾ ട്രൈ ചെയ്താണ് നമ്മൾ നീന്തൽ പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ പല പരാജയങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും, പല സുഖങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും, പല ആളുകളെ നമ്മൾ കാണേണ്ടി വരും, പല പ്രതിസന്ധികൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ ഓവർകം ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച തരത്തിലുള്ള നല്ലൊരു വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കണം. അമ്മയുടെ മുന്നിൽ നല്ലൊരു മകനായിട്ട് നിൽക്കണം, അച്ഛന്റെ മുന്നിൽ നല്ലൊരു മകനായിട്ട് നിൽക്കണം. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല? എക്സാമ്പിൾ ഞാൻ പറയട്ടെ. പലതരം ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. നീന്തൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നിട്ട് കുളത്തിന് ചുറ്റും നടക്കുകയാണ്. നീന്തൽ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവോ? ഇല്ല. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലല്ലേ നീന്തൽ പഠിക്കുള്ളൂ. വെള്ളത്തിൽ ഇറങ്ങണം. അപ്പൊ നമ്മൾ കുറെ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് കൈയിട്ടും കാലിട്ടും അടിച്ച് അങ്ങനെയാണ് നമ്മൾ നീന്തൽ പഠിക്കുന്നത്. സെയിം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും, പല സുഖങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും, പല ആളുകളെ കാണേണ്ടി വരും, പല പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. ഇതിനൊക്കെ ഓവർകം ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്ന എക്സ്ക്യൂസസ് നമുക്ക് പറയാണ്ടാവുക, എനിക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് നടക്കുന്നില്ല, പാവപ്പെട്ടവനാണ്, എനിക്ക് ശരിയായിട്ടുള്ള ബുദ്ധിയില്ല, അങ്ങനെ വെറുതെ എക്സ്ക്യൂസ് പറഞ്ഞ് നടക്കേണ്ടി വരും. എല്ലായിട്ടും നിങ്ങൾക്ക് വിജയിക്കണമെന്ന് അത്രയും തീവ്രമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ എക്സ്ക്യൂസസ് ഒക്കെ മാറ്റി വെച്ചിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഏർലി മോർണിംഗിൽ എണീറ്റ് മെഡിറ്റേറ്റ് ചെയ്ത് യോഗ ചെയ്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് നമ്മളെ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പല ബുക്സുകൾ ഉണ്ടാവും, അതിലേതെങ്കിലും കുറച്ച് വായിച്ച് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓടാൻ തുടങ്ങും. അല്ലാത്ത ആളുകൾ 11 മണിയായാലും രാവിലെ എണീക്കൂല, കംഫർട്ട് സോണിൽ അവിടെ ഇങ്ങനെ നിന്നോളും. അവരൊരിക്കലും വിജയിക്കൂല. വിജയിക്കണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഗെറ്റപ്പ്, എണീക്ക്, ഡു ഇറ്റ്, ചെയ്യ്, വീണ്ടും ചെയ്യ്. എക്സ്ക്യൂസസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ചെയ്ത് കാണിക്കൂ. കളിയാക്കിയ ആളുകളെ ഉണ്ടാവും, അവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കൂ. ഒരിക്കലും നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞവരുണ്ടാവും, അവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കൂ. എല്ലാം നമുക്ക് പറ്റും, നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 3 സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ. 2 കൈകൾ, അതുപോലെ തന്നെ നല്ല ആരോഗ്യം, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ്, ഈ 3 സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മടി കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുക. നിങ്ങൾക്ക് ആ ഒരു എനിക്ക് വിജയിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതി നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതും കേൾക്കുന്നതും. അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കൂല, നിങ്ങൾക്ക് പറ്റും. അപ്പോൾ രാവിലെ നേരത്തെ എണീക്ക്, അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഓടൂ.